മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ദിനമാണിന്ന്. ആധുനിക കേരളത്തിന് അടിത്തറയിട്ട നവോത്ഥാന സമരങ്ങളുടെ മുന്നണി പോരാളിയാണ് അയ്യങ്കാളി. ഭൂമിക്കും ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ധീരപോരാട്ടങ്ങളുടെ കൂടി ഫലമാണ് നാം ഇന്ന് കാണുന്ന കേരളം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമായിരുന്നു തിരുവിതാംകൂർ. അടിമത്തവും അതികഠിനമായ ജാതി വ്യവസ്ഥയുമാണ് തിരുവിതാംകൂർ അടക്കി ഭരിച്ചിരുന്നത്. 1891 മദിരാശിയിൽ നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ ഡോക്ടർ പൽപുവിന് ഈഴവനായതുകൊണ്ട് മാത്രം ഡോക്ടറായി നിയമനം ലഭിക്കാതിരുന്ന നാടാണത്. അധസ്ഥിതരെ മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന നാട്. അധസ്ഥിത സമുദായത്തിലെ കുട്ടികളെ മറ്റു കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കുന്നതിനെ കാളയെയും പോത്തിനെയും ഒരേ നുഖത്തിൽ കെട്ടുന്നതുപോലെ എന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പോലും പരിഹസിച്ചത്. എന്നാൽ 1893 2 വെള്ളക്കാളകളെ കെട്ടിയ ഒരു വില്ലുവണ്ടി വിലക്ക് വാങ്ങി തലയിൽ വട്ടക്കെട്ടും മരക്കയ്യൻ ബനിയനും മേൽമുണ്ടും കാൽവിരൽ വരെ നീണ്ടുകിടക്കുന്ന വെള്ളമുണ്ടും ധരിച്ച് വെങ്ങാനൂരിൽ നിന്ന് തുടങ്ങുന്ന പൊതുദിനത്തിലൂടെ കവടിയാർ കൊട്ടാരത്തിലേക്ക് തലങ്ങും വിലങ്ങും അയ്യങ്കാളി കുതിച്ചപ്പോഴാണ് ആ ചരിത്രം വഴിമാറിയത്. എല്ലാ മനുഷ്യർക്കും പൊതുദിനത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കാൻ തിരുവിതാംകൂർ രാജാവ് നിർബന്ധിതനായി. 912 ശ്രീമൂലം പ്രജാസഭയിലും ദിവാൻ വേഷത്തിൽ വന്ന് വില്ലുവണ്ടിയുടെ മണിമുഴക്കി അയ്യങ്കാളിയിലൂടെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണ് ഉയർന്നു കേട്ടത്. 904 1 വർഷം നീണ്ട കർഷക തൊഴിലാളി പണിമുടക്കിന് അയ്യങ്കാളി നേതൃത്വം നൽകി. 905 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതോടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അധസ്ഥിതന് പൊതുവഴിയും പൊതുദൈവവും പൊതുവിദ്യാലയവുമായി അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ. പള്ളിക്കൂടത്തിൽ കയറ്റിയില്ലെങ്കിൽ പണിയെടുക്കാൻ വയലിനിറങ്ങില്ലെന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. 914 ഒതനൂർക്കോണത്ത് പരമേശ്വരന്റെ മകൾ 8 വയസ്സുകാരി പഞ്ചമിയെയും 1 വയസ്സിളപ്പമുള്ള കൊച്ചുകുട്ടിയെയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിങ്കര ഊരുട്ടമ്പലം പള്ളിക്കൂടത്തിലെത്തിയ ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിന്റെ പ്രതീതമായ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ അടിക്കൽ. ഊരുട്ടമ്പലം പള്ളിക്കൂടത്തിലെ ഹെഡ്മാസ്റ്റർ വഴങ്ങിയില്ലെങ്കിലും അയ്യങ്കാളി അയാളെ അവഗണിച്ച് പഞ്ചമിയെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുകയായിരുന്നു. തിരുവിതാംകൂർ കലാപ പരമ്പരകൾ കൊണ്ട് നിറഞ്ഞു. 936 ക്ഷേത്രപ്രവേശന വിളംബരത്തോടെയാണ് ജാതിയുടെ അഭീകരവാഴ്ച ഒന്നടങ്ങിയത്. 1 വർഷത്തിനു ശേഷം മഹാനായ പടയാളിയെ മഹാത്മാഗാന്ധി അങ്ങോട്ട് പോയി സന്ദർശിച്ചു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ അടിമത്തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ അരിവാളായിരുന്നു അയ്യങ്കാളി. ജാതി മാറാലുകൾ കെട്ടിയ അനാചാരങ്ങളുടെ പുതിയ നെടുങ്കോട്ടകൾ തകർക്കാനും അയ്യങ്കാളിയുടെ ഓർമ്മകൾ പോലൊരു ചുറ്റികയും വേറെയില്ല. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.